தொட்டு உங்களோட வெக்கேஷன் ஆரம்பிக்க போகுது. 2 மாசம் வெக்கேஷனை சொல்லிட்டு கொடுத்த அசைன்மெண்ட் பண்ணாம வரக்கூடாது. அப்போ எல்லாரும் நல்ல குழந்தைகளாய் மாதிரி திரும்பி வரணும். கிளாஸ் டிஸ்மிஸ். അപ്പാ ഫൈനലി വെക്കേഷൻ കിടച്ചു. സത്യം മാൻ 6 മാസം എങ്ങനെ പിടിച്ചതെന്ന് എനിക്ക് പോലും അറിയില്ല. അനി 6 മാസം നീയൊക്കെ എപ്പോഴാണ് ക്ലാസ്സിൽ കയറിയത്? ക്ലാസ്സിൽ കയറിയില്ല എന്താ? ക്ലാസ്സിന്റെ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്നില്ലേ? മതിടാ, വെറുതെ നാണം കളയാണ്ട് സാപ്പിട്ടിട്ട് കിടന്ന് തൂങ്ങടാ. ആ, അതെന്റെ ആരോഗ്യത്തിന് നല്ലതുകൊണ്ട് ഞാൻ കിടന്ന് തൂങ്ങാം. അല്ലടാ ചെക്കന്മാരെ, ഈ 2 മാസം നമ്മൾ എവിടെയാണ് വെക്കേഷൻ പോകുന്നത്? കഴിഞ്ഞ പ്രാവശ്യം നമ്മ പോയത് പല്ലയുടെ വീട്ടിലല്ലേ? അതുകൊണ്ട് ഇപ്രാവശ്യം ആരുടെ വീട്ടിലേക്കാ? സൂര്യ, നീ പറ എങ്ങോട്ടാ പോണ്ടേ? നീ താനാ സൊന്ന നാട്ടിൽ ഉത്സവ കാമിക്ക് കൊണ്ടുപോകലാണ്. അപ്പൊ അതൊക്കെ കൊണ്ടുപോ. അയ്യോ ഇപ്പോഴല്ല, നമുക്ക് അടുത്ത വർഷം പോവാം. എടാ അത് വന്നത് മലയാളം പറയാം. എടാ അതായത് നമ്മളുടെ ഈ സമയത്ത് നാട്ടിൽ ഒരു ഉത്സവം നടക്കുന്നത് ചാത്തൻ സേവയാണ്. എന്നത് അത് ഭൂതംടാ. ഈ ചാത്തനുണ്ടല്ലോ ഈ സമയത്ത് നാട്ടിലിറങ്ങും. ഈ ടൈമില് പുറത്തുനിന്ന് വരുന്ന യുവാക്കളുടെ മേത്ത് ഇവൻ കയറും. പിന്നെ തീർന്നില്ലേ, യുവാക്കൾക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. അവരുടെ മൈൻഡേ മാറും. എന്ന് വെച്ചാൽ നമ്മൾ ഈ യുവാക്കൾ ആ സമയത്ത് ചെന്ന കുറെ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് അത് വേണ്ട, വേറെ എന്തെങ്കിലും പറ. ഇപ്പോഴും നീ അന്ധവിശ്വാസങ്ങളെല്ലാം നമ്പിക്കായിരിക്കാ. ചാത്തനല്ല, അവൻ അപ്പ വന്ന ആൻസർ ഒന്നും നടക്ക പോറത്. എടാ അത് അങ്ങനല്ലടാ, കുറെ പ്രശ്നങ്ങളുണ്ട്. ഉനക്ക് ഇങ്ങ് കൊണ്ടുപോക മുടിയുമാ ഇല്ലയാ? അപ്പാ കടവുകളെ കൊണ്ടുപോകാം, പക്ഷെ ഈ തമിഴൊന്നും അവിടെ കൊണ്ടു ചെല്ലാൻ പറ്റില്ല. ശരി, അപ്പുറം മലയാളത്തിൽ പേസലാം. സൂര്യ, ഉനക്ക് മലയാളം തെറിയാതടാ? ആര് സൊന്നെ? അത് ഞങ്ങൾക്ക് തരുംടാ. അയ്യോ ലൂസ പയ്യ, உங்க மலையாளம் எனக்கு நல்லாவே தெரியும். ഓഹോ, എന്നാ മലയാളത്തിൽ സംസാരിക്കും. വേഗം വേഗം. ഞാൻ എന്നെ சொல்லணும்டி? എന്തായാലും പറയാം. എന്നാ കേൾക്ക്. നാളെ രാവിലെ നമ്മളെല്ലാവരും ട്രെയിൻ കയറി ഇവന്റെ സ്ഥലത്ത്, അതായത് കാസർഗോഡ് പോകുന്നു. എപ്പിട്രാ മൈ ലൈഫ് ഫസലായി. നീ ഇത്ര നാളെ എന്നോട് കള്ളം പറഞ്ഞ പന്നി. നിന്നോട് സംസാരിച്ച് നിൽക്കാൻ വേണ്ടി തമിഴ് കഷ്ടപ്പെട്ട് ഞാൻ ഇരുന്ന് കണ്ടുപിടിച്ച്. ഒരൊറ്റ പ്രാവശ്യം നിനക്ക് മലയാളം അറിയാതെ പറയുന്നെങ്കിൽ ഇത്രയും ഞാൻ കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അതിന് നീ എന്നോട് എനിക്ക് മലയാളം അറിയുമെന്ന് ചോദിച്ചില്ലല്ലോ. അതും ചെറുതാനേ. മതി இந்த ഡിസ്കഷനൊക്കെ ഇവിടെ പോതും. നാളെ രാവിലെ നമുക്ക് ട്രെയിൻ കയറേണ്ടതാണ്. വേഗം നീ ടിക്കറ്റ് ബുക്ക് ചെയ്തോളൂ. ആളിയാ ശരി. എടാ രാമ, ഇറ്റ്സ് റാം നോട്ട് രാമൻ. ഓഹോ, എങ്കിൽ കേൾക്ക്. രാമനാഥ. എന്താ വാസുവിന്റെ മോനെ? കിട്ടിയ ഇല്ല, ചോദിച്ചു വാങ്ങിച്ച്. കാര്യം എന്താന്ന് വെച്ചാ പറയട പട്ടി. എടീ ചാത്തൻ, സംഭവം എന്താ? സംഭവം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം, പക്ഷെ പേടിക്കരുത്. പേടി എനിക്ക്? ഒന്ന് പോടാപ്പാ, നീ പറ. എനിക്കും കേൾക്കണം. വാ സൂര്യൻ, വാടാ കേൾക്കാം. കാസർഗോഡ് കമ്മാടം കടവെന്ന് പറഞ്ഞ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. അവിടെ ഒരിക്കലും ആരും പോകാൻ മടിക്കുന്ന ഒരു ആൾത്തോട്ടം ഉണ്ടായിരുന്നു. അവിടുത്തെ ആളുകൾ പറഞ്ഞിരുന്നത് രാത്രി 12 മണിക്ക് അവിടെ ചാത്തൻ നടക്കുമെന്ന. അതുകൊണ്ട് തന്നെ രാത്രി 12 മണിക്ക് ശേഷം ആർക്കും അതിലൂടെ നടക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു മഴയുള്ള രാത്രി 4 സുഹൃത്തുക്കൾ പരസ്പരം വെല്ലുവിളിച്ചു. ആൾത്തോട്ടത്തിലേക്ക് ആരാണ് പോകാൻ ധൈര്യമുള്ളതെന്ന്. അതിലൊരുത്തൻ ചാടിക്കേറി പറഞ്ഞു, ഞാൻ പോകും, നമുക്ക് നോക്കാൻ ചാത്തനുണ്ടോ എന്ന്. ആ രാത്രിയിൽ അവരെല്ലാവരും ചേർന്ന് ആൾത്തോട്ടത്തിലേക്ക് നടന്നു. കാറ്റ് മുഴങ്ങി, ഇലകൾ വിറച്ചു. അപ്രത്യക്ഷമായ ഒരു വലിയ ശബ്ദം. അമ്മേ, എന്റെ ഉള്ള ജീവൻ പോയി. ഈ ഒരു പേടിപ്പിക്കലവിടെ കൊന്നി. മിണ്ടാണ്ടിരി, ബാക്കി പറ. വെട്ടുകിളികൾ ശാന്തമായി, നായ്ക്കൾ കരഞ്ഞു. ചുവന്ന കണ്ണുകളുള്ള നിഴൽ ആൾത്തോട്ടത്തിന്റെ നടുവിൽ നിന്ന് മുന്നോട്ട് വന്നു. എന്നിട്ട് അവരോടൊരു ചോദ്യം, എന്റെ നിലത്ത് ആരാണ് നടക്കുന്നത്? സുഹൃത്തുക്കൾ നടുങ്ങി. അതിൽ മുന്നോട്ട് പോയവന്റെ കയ്യിലുണ്ടായിരുന്ന വിളക്ക് പെട്ടെന്ന് അവൻ കത്തിച്ചു. ഇരുട്ടിൽ ആ നിഴൽ കൂടുതൽ ഭീകരമായി. അവരുടെ കാൽ വിറച്ചു. ഒരാളുടെ വായിൽ നിന്നും മാത്രം ഒരു വാക്കു പുറപ്പെട്ടു, ചാത്ത ക്ഷമിക്കണേ. അന്ന് രാത്രി മുതൽ ആ ഗ്രാമത്തിൽ ആൾത്തോട്ടത്തിൽ ആരും കാലുകുത്തിയില്ല. എന്നിട്ട് ആ 4 പയ്യന്മാർക്ക് എന്ത് പറ്റി? അതെനിക്കറിയില്ല. അതെന്താടാ നിനക്കറിയാത്തെ? മുത്തശ്ശി കഥ വന്നപ്പോ ആ കാര്യം എനിക്ക് പറഞ്ഞു തന്നില്ല. ഒപ്പം നീ അത് ചോദിക്കണ്ടേ? ചോദിക്കണായിരുന്നല്ലേ? പൊട്ടൻ, മരപ്പൊട്ടൻ. இது கேட்டுட்டு நினைக்கிறது உண்மை. இதெல்லாமே கெட்டு கதை. அது எப்படிரா? அந்த கதை உண்மையாவே இருந்தால் அந்த 4 பேரு கிடைக்கலன்னா அப்ப எப்படி அந்த கதை வெளியில் வந்தது? അത് ശരിയാണല്ലോ. എനിക്ക് അവൻ പറഞ്ഞു മനസ്സിലായില്ല. എന്താണ്? എടാ, അവൻ ഉദ്ദേശിച്ചത് 4 പേര് എന്തായാലും കാണാണ്ടായി. അത് ചാത്തൻ തന്നെ കൊണ്ടുപോയതാണ്. ചാത്തൻ ഇങ്ങനെയാണ് ഇരിക്കാന്നൊക്കെ അവര് 4 പേരല്ലല്ലോ പറഞ്ഞത്. അവന്മാരെന്തായാലും കാണാണ്ടായിരിക്കല്ലേ? ഓ, അത് പോയിന്റാണ്. എടാ രാമ, നീ എന്തൊക്കെ പറയണത്? എനിക്കറിയാൻ എനിക്ക് എന്റെ മുത്തശ്ശി പറഞ്ഞത്. നിങ്ങൾക്ക് ഉറങ്ങാൻ നോക്കി എനിക്ക് ഓർക്കാൻ വരുന്നു. ഉത്തരം മുട്ടിപ്പോ കൊഞ്ചനും മുത്തണം. പോടെ മാറി. டேய், இந்த பிரேதம் பூதம்னா ஒன்றுமே இல்லை. எல்லாம் நம்ம மனுஷன் தான் கிரியேட் பண்ணிது. அது புரிஞ்சுக்க தெரிஞ்ச புத்தி இந்த தலைமுறைக்கு இருக்குன்னு நான் நினைச்சேன். ஆனால் நம்ம தோணுக்கு இல்லை. அதனால எல்லாரும் போய் படுக்கா தூங்குங்கோ. തമിഴ് അറിയാത്തവനെ വാ കിടന്നുറങ്ങാം. യാ അമൻ കമ്മിങ്.
டியர் சாத்தன், நீ உண்மையிலே இருந்தால் நம்ம ஒரு தரிசனம் பண்ண வேண்டும், நேருக்கு நேர். Guys, meet my hometown, my Kasargod. ഗൈസ്, ഞാൻ എല്ലാവരോടും പറഞ്ഞ പോലെ ഞാനൊരു ഇല്ലത്തെ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഇല്ലത്തെ കുട്ടിയായിട്ട് ട്രീറ്റ് ചെയ്യൂ. അതുകൊണ്ട് ആരും എന്നെ വിയേർഡായിട്ട് നോക്കരുത്. പിന്നെ അഭിമോളെ, നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഞാൻ ഇതുവരെ അമ്മയോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ നീ കുറച്ച് ഡിസ്റ്റൻസ് പാലിക്കേണ്ടി വരും. അപ്പൊ നിനക്ക് അവിടെ വല്ല മുഴപ്പെണ്ണുണ്ടോ? ഓ, അതുകൊണ്ടൊന്നുമല്ല. എന്റെ ചേട്ടൻ ഇതുവരെ ഒരു റിലേഷൻ ആയിട്ടില്ല. അതിനുശേഷം മാത്രമേ എന്റെ റിലേഷനെ കുറിച്ച് സംസാരിക്കാൻ പാടുള്ളൂ എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഈ കാര്യം അവിടെ സീക്രട്ട് ആയിരിക്കണം. ശരി രാമൻകുട്ടി. ആ കൃഷ്ണേട്ടാ, ഞാൻ വൈകിയോ കുഞ്ഞെ? ഇല്ല, ഞാൻ ദേ വന്ന് ഇറങ്ങിയുള്ളൂ. ഓ, ഇതൊക്കെയാണല്ലോ കുട്ടീന്റെ കൂട്ടുകാര്. ആ, എന്നാ വേഗം വണ്ടിയിൽ കേറിക്കോ. ആ ശരി, വാടാ, എല്ലാവരും വാ. ഗൈസ്, അപ്പൊ ഇതാണ് എന്റെ വീട്, അഥവാ ഇല്ല. ഒരു മണിച്ചിത്രത്താഴ് വൈബില്ലേടാ? സത്യം, ഞാനത് പറയാൻ വരായിരുന്നു. തമ്പുരാട്ടി, രാമൻകുട്ടിയും കൂട്ടുകാരും വന്നിട്ടുണ്ട്. വന്നുവോ? ഞാൻ ദാ വരുന്നു. കുട്ടാ, അമ്മ, 6 മാസായില്ലടാ, ഇപ്പോഴാണ് ഇങ്ങോട്ടൊക്കെ വരാൻ നിനക്ക് തോന്നിയത്? എന്ത് ചെയ്യാനമ്മേ, അസൈൻമെന്റ് സെമിനാർ ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും വീട്ടിൽ വന്ന് 2 ദിവസം നിൽക്കാനുള്ള സമയമൊക്കെ കിട്ടും. അയ്യോ അമ്മ തമ്പുരാട്ടി, ഇങ്ങനെ പിണങ്ങല്ലേ. നോക്കിയേ ആരൊക്കെ വന്നിരിക്കണേന്ന്. കുട്ടികളുടെ കാര്യം അവൻ പറഞ്ഞായിരുന്നു. എല്ലാവരും പേര് എനിക്കറിയാം, പക്ഷെ ആരൊക്കെയാണെന്ന് എനിക്കറിയില്ല. അതിനെന്താ അമ്മേ, ഞങ്ങൾ ഇപ്പൊ പരിചയപ്പെടുത്തി തരാം. ഞാൻ പ്രണവ്, ഞാൻ ശ്യാം, ഞാൻ പല്ലവി അമ്മ, ഞാൻ അഭിരാമി. അല്ല, ആ കുട്ടി എന്ത് തിരിഞ്ഞിക്കണേ? കുട്ടിയുടെ പേരെന്താന്ന് പറയൂ. അമ്മ വിളിക്കുന്ന പേര് പറ. ഞാൻ സൂര്യന്മാ. ആഹാ, എല്ലാവരുടെയും നല്ല പേരാണ് കേട്ടോ. കേറി വാ, അച്ഛൻ തമ്പുരാനെ പുറത്തു പോയിരിക്കാം, കുറച്ചിറങ്ങുമ്പോ വരും. അപ്പൊ ഏട്ടനോ അമ്മ? അവൻ 2 ദിവസത്തേക്ക് വല്യമ്മനെ വീട്ടിൽ നിൽക്കാൻ പോയതാ. നാളെ രാത്രി എന്തായാലും എത്തും. ശരി. സേതേ, കുട്ടികളെ ബാഗും പിടിച്ച് അവിടെ നിർത്താണ്ട് അകത്തേക്ക് കയറ്റിയെടുത്ത്. അമ്മേ, ഞാൻ ആ സന്തോഷത്തിൽ ആ കാര്യം അങ്ങോട്ട് വിട്ടു. മക്കള് വാ, ഇതും കൊണ്ട് മുകളിലത്തെ റൂമാണ് എല്ലാവർക്കും. പിന്നെ വടക്കേ ഭാഗത്തൊരു റൂമുണ്ട്, അത് ഇവന്റെ ചേട്ടന്റെയാ. അവിടെ ആരും കയറാൻ നിൽക്കണ്ട കേട്ടോ. അതെന്താടാ നമ്മ കേറിയാല്? അതൊന്നും അല്ലടാ, അവിടെ ഏട്ടന്റെ കുറെ തൊടണ്ടാത്തതും കാണണ്ടാത്തതും ആയ കുറെ സാധനങ്ങൾ ഇരിപ്പുണ്ട്. അത് നമ്മളൊക്കെ പോയി നശിപ്പിച്ചാലേ ഏട്ടൻ്റെ നല്ല തീരുമാനിക്കും. അതില്ലാണ്ടിരിക്കാൻ വേണ്ടി അമ്മ ഒരു വാണിംഗ് തന്നേ ഉള്ളൂ. ഓ, ഐ സി. എന്നാ പിന്നെ നിങ്ങളൊക്കെ റൂമിൽ അങ്ങനെ കയറിയിരുന്നോ? ഓക്കെ മച്ചാ. അവിടെ വഴക്കിലുണ്ട് കുട്ടിയെ, സൂക്ഷിച്ച്. நீங்க രാമന്റെ മുത്തശ്ശിയാ. ஓ, அப்போ நீங்க தானே ஃபேக் ஸ்டோரி எல்லாம் சொல்லிட்டு பசங்க பயப்படுத்தது? എന്താ குட்டி? ஒன்றும் இல்லாமா. பாப்பா, குழந்தைகள்கிட்ட நாங்கள் போய் சொன்னால் அதற்கு தக்கதாய் காரணம் இருக்கும். வாட்? நான் மனசுல நினைச்சது அவங்க எப்படி கேட்டேன்? കുട്ട, അമ്മ പറഞ്ഞതല്ലേ ഈ സമയത്ത് കൂട്ടുകാരെ കൊണ്ട് വരരുതെന്ന്. ഞാൻ അവരോട് പറഞ്ഞാണമ്മേ, പക്ഷെ സമ്മതിക്കണ്ടേ. മോനെ, പുതിയ പിള്ളേർക്ക് ഇതിനെ കുറിച്ച് വലിയ വിശ്വാസമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീയും കൂടി അറിയുന്നതല്ലേ. ഈ മാസങ്ങളിൽ പുറത്തുനിന്ന് വരുന്ന കുട്ടികൾക്ക് വലിയ ദോഷമാണ്. നമ്മൾ കാരണം നിന്റെ കൂട്ടുകാർക്ക് ഒരു അബദ്ധം ഉണ്ടാവാൻ പാടില്ല. അതിലിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഈ കാര്യം കാശുവിനോടൊന്ന് സംസാരിച്ചിരുന്നു. അപ്പൊ അവൻ പറഞ്ഞ അവന്റെ മുറിയിൽ കുറച്ച് ചരട് ജപിച്ചതിരിക്കുന്നുണ്ട്. അതെല്ലാവരുടെ കയ്യിലും കെട്ടിക്കൊടുക്കാൻ. നീ അവരെ കൊണ്ട് ഇതൊക്കെ കെട്ടിക്കേ. ശരി അമ്മ.
ഗൈസ് നോക്കൂ, എല്ലാവരും ഈ സെറ്റ് അവരവരുടെ കൈകളിൽ കെട്ടിക്കോളൂ. ഇതെന്തിനാണ്ടാ? ദിസ് ഇസ് ഓൾ ഫോർ അവർ പ്രൊട്ടക്ഷൻ. എന്ത് പ്രൊട്ടക്ഷൻ? അതൊക്കെ ഉണ്ട്. നിങ്ങൾ എല്ലാവരും വേഗം കെട്ടിയേ. ഓ കെട്ടാ. സൂര്യണ്ടാ, നിന്നോട് കൂടിയാണ് കെട്ട്. അതൊക്കെ ഞാൻ കെട്ടാം, പക്ഷെ അതിനു മുമ്പ് എനിക്ക് ചാത്തനെ കുറിച്ചൊന്നും അറിയണം. ഓ ഇപ്പൊ എന്തിനാ അറിയണം, അത്ര തന്നെ. ആ ശരി, വാ മുത്തശ്ശിയെ കാണാം. അപ്പൊ ഞങ്ങളും വരാം. ആ വാ മുത്തശ്ശി. ആ കുട്ടാ. മുത്തശ്ശി ഒരു കാര്യം പറയാൻ വന്നതാ. എന്താ പറയ്. അത് പിന്നെ മുത്തശ്ശി, ഇവന്മാർക്ക് ചാത്തനെ കുറിച്ചൊന്ന് അറിഞ്ഞാ കൊള്ളാന്ന് പറഞ്ഞു. അതിനെന്താ പറഞ്ഞു തരാലോ. ശരി മുത്തശ്ശി, വാടാ ഇവിടെ വന്നിരിക്കേ. ചാത്തൻ അവനൊരു ഭൂതം അല്ലെങ്കിൽ അദൃശ്യ ശക്തിയാണ്. അവൻ ജന്മം കൊണ്ടത് ഒരു സ്ത്രീയിലാണ്. കൃത്യമായി പറഞ്ഞാൽ ആ സ്ത്രീയുടെ നിശ്ചയമായ പേര് പുരാണകഥകൾ വ്യക്തമാക്കിയിട്ടില്ല. അവർക്ക് പുത്രഭാഗ്യമില്ലാത്തതിനാൽ ശിവനെ തപസ് ചെയ്ത് വരം വാങ്ങുകയും ശിവൻ അവർക്ക് പുത്രഭാഗ്യം നൽകുകയും ചെയ്യുന്നു. ശിവൻ ആ കുഞ്ഞിന് ചാത്തൻ എന്ന നാമം നൽകുകയും ചെയ്തു. ആ കുഞ്ഞ് സാധാരണക്കാരനല്ലായിരുന്നു. വിചിത്രമായ സ്വഭാവവും കുഴപ്പക്കാരനും കപട ബുദ്ധിയുള്ളവനുമായിരുന്നു. പിന്നീട് അവൻ വളർന്നു വന്നപ്പോൾ ചാത്തനെ ശിവന്റെ അവതാരമായി കണ്ടു. ശിവൻ തന്റെ ജനങ്ങളെ പരീക്ഷിക്കാനും നന്മതിന്മകൾക്ക് മുന്നറിയിപ്പ് നൽകാനും ചാത്തനെ ഭൂമിയിലേക്ക് അയച്ചതെന്ന് അവർ വിശ്വസിച്ചു പോകുന്നു. എന്നാൽ ചാത്തൻ അതൊന്നുമല്ലായിരുന്നു. അവൻ മനുഷ്യന്റെ അത്യാഗ്രഹമായിരുന്നു. അവനെ പ്രീതിപ്പെടുത്തി അവനെ സേവനം ചെയ്ത് അവനിൽ വിശ്വസിച്ച് അവൻ ആഹാരമായി കോഴിയുടെ ചൂടുള്ള രക്തം നൽകി സന്തോഷിപ്പിക്കുന്നവരെ അവൻ സഹായിക്കും. എന്താവശ്യമാണേലും അവൻ നടത്തിക്കൊടുക്കും. അപ്പോ ഈ ചാത്തനെങ്ങനെ ഇല്ലാതാക്കുക? ചാത്തന് മരണമില്ല കുഞ്ഞെ, പക്ഷേ ഭയപ്പെടുത്താം. മന്ത്രവാദം കൊണ്ട്, താന്ത്രിക പൂജകൾ കൊണ്ട്, ദേവന്മാരെ അഭ്യർത്ഥിക്കൽ കൊണ്ട് എന്ന് വച്ചാൽ ശിവനെ, അയ്യപ്പനെ, ഹനുമാനെ പ്രാർത്ഥിക്കുക. പിന്നെ ശുദ്ധീകരണം, വീടിനുള്ളിൽ വിളക്ക് തെളിയിക്കൽ, കർപ്പൂരം കത്തിക്കൽ, തീർത്ഥം തെളിക്കൽ, വേപ്പില, ഉപ്പ്, ഇരുമ്പ് എന്നിവ വയ്ക്കൽ. പിന്നെ ശാന്തീകരണം എന്ന് വെച്ചാൽ ചാത്തന് ഭക്ഷണം, വിളക്ക്, എണ്ണ, പ്രത്യേക ഇലകൾ എന്നിവ നൽകി ശാന്തമാക്കാം. അപ്പോ ചാത്തൻ എങ്ങനെയാ സേവിക്കുക? അറിയണമെന്ന് അത്ര ഉറപ്പാണോ? അതെ. തീർത്തും ഒരു കന്യകൻ അല്ലെങ്കിൽ കന്യകയ്ക്ക് മാത്രമേ കഴിയൂ. അപ്പടിനാൽ വെർജിൻ ആയിരിക്കണമെന്ന്. ഓക്കെ. കുളി കഴിഞ്ഞ് ഈറിനോടെ ബലിയായി വെച്ച കോഴിയുടെ ചോര നൽകണം. അതിനുശേഷം ആ ചോര 2 ചിരട്ടയിലാക്കി ചാത്തന്റെ ഇഷ്ടഭക്ഷണങ്ങളായ മുട്ട, പൊരി, തേങ്ങാപ്പാൽ, മദ്യം, ചിക്കൻ എന്നിവ സമർപ്പിച്ച് കണ്ണടച്ച് മന്ത്രം ജപിക്കുക. ഏറെ കാണാൻ കൊതിയുണ്ടെന്നും കാണാൻ മുൻപിൽ വന്ന് പ്രത്യക്ഷനാവാൻ പറയണം. അത്രയും ദൃഢമായി വിളിച്ചാൽ മാത്രമേ ചാത്തൻ വരൂ. പിന്നീട് നമ്മൾ ചോദിക്കും, ചാത്തൻ പറയും. ഇനി അതല്ല, ചാത്തന് പറയാൻ സമയം നൽകിയാൽ അവൻ നമ്മളെ കളിപ്പിക്കും. ഒരുപക്ഷെ അത് മരണത്തിൽ, അതുമല്ലെങ്കിൽ ഭ്രാന്തനാക്കി മാറ്റാനും കഴിയും. സീൻ മോനെ. കഥ എല്ലാരും കേട്ട് കഴിഞ്ഞോ? അപ്പാ എന്താണ് കുട്ടാ, സുഖല്ലേ? സുഖപ്പാ. കുട്ടികളൊക്കെ ഞാൻ നാളെ പരിചയപ്പെടാട്ടോ. ഇപ്പൊ എല്ലാരും പോയി കിടന്നോളൂ. ശരി അച്ഛാ. டேய் ராம், இந்த மொட்டை, பொரி, தேங்காய்பால், சரக்கு, ചിക്കൻ ഇതെല്ലാമേ എവിടെ നിന്ന് കിടക്കും? അത് കടച്ചത് അറിഞ്ഞിട്ട് എന്തിനാണ്? നീ ചാത്തൻ സേവ ചെയ്യാൻ പോണെന്ന് മാത്രം പറയരുത്. ആഹാ, അതെപ്പടി കണ്ടുപിടിച്ചേ? സൂര്യ നിനക്ക് വട്ടാണോ? നിർത്തിയേ മതിട്ടോ, കിടന്നുറങ്ങാൻ നോക്ക്. டேய், இந்த ஊருக்கு வந்துட்டு ഭക്ഷണം കഴിക്കലും ഉറക്കവും മാത്രമല്ല, ഇടയ്ക്ക് എൻജോയ്മെന്റ് ഒക്കെ വേണം. ഇങ്ങനെ ഒരു എൻജോയ്മെന്റ് ചെയ്താലല്ലേ ഇതൊക്കെ ശരിയാണോന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റൂ. ദേ, ഈ കാര്യങ്ങൾ വെച്ചിട്ടുള്ള എൻജോയ്മെന്റ് ഒന്നും വേണ്ട. എടാ, നിങ്ങൾ 3 പേരും എന്താ ഇങ്ങനെ? ഇടയ്ക്ക് കുറച്ച് ധൈര്യമൊക്കെ വേണ്ടേ? ഇങ്ങനെ പേടിത്തൂറുകളാവല്ലേ? എടാ തമിഴാ, ഇവിടെയും അവിടെയും ഒക്കെ അന്ധവിശ്വാസങ്ങളുണ്ട്. ഇവിടെ പിന്നെ നമുക്ക് അന്ധവിശ്വാസങ്ങളിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് പേടിയുള്ള കൂട്ടത്തില്ല. നിങ്ങൾക്കും ഇല്ല അങ്ങനെയൊക്കെ ഈ പേയ് എന്നൊക്കെ പറഞ്ഞിട്ട്? അതില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതിനെനിക്ക് പേടിയില്ല. പക്ഷെ ഞങ്ങൾക്ക് പേടിയുണ്ട്. നിനക്ക് എന്താണ് ചെയ്യണ്ടേ അത് നീ ഒറ്റയ്ക്ക് ചെയ്താൽ മതി, ഞങ്ങൾ വിളിക്കാൻ നിൽക്കണ്ട. ഫൈൻ, ഐ വിൽ ഡു ഇറ്റ് ബൈ മൈ സെൽഫ്. പക്ഷെ ഈ സാധനങ്ങളൊക്കെ എവിടെ നിന്ന് കിട്ടണമെന്നൊന്ന് പറഞ്ഞു തന്നാൽ മതി. വേണോടാ ഗേൾ, ഇതൊക്കെ ഒരു എൻജോയ്മെന്റ് അല്ലേന്ന്. താൻ പോയി അവിടെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. നിന്നോട് എത്ര തവണ പറഞ്ഞാലും നീ കേട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാ. ആണല്ലോ, അപ്പൊ സാധനം എനിക്ക് ഇപ്പൊ തന്നെ കിട്ടണം. എടാ, അങ്ങനൊക്കെ പറഞ്ഞാ ഇനി കടയിൽ പോയ കടക്ക് അടിച്ചിട്ടുണ്ടോ? പിന്നെ ഇവിടെ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നാ പിന്നെ അത് മതി. പക്ഷെ അമ്മ കണ്ട സീനാവും. അമ്മ കാണത് പൊക്കാൻ നിനക്കറിയില്ലെന്നാ? അതറിയാം. അപ്പൊ ചെല്ല്. ഓ ഫൈൻ. പല്ലു, എന്താ ശ്യാമക്കുട്ടാ? എന്റെ ബേബി ഇതൊന്നും നോക്കാൻ നിൽക്കണ്ട, ഒക്കെ വലിയ തെറ്റാ. മോൻ പോയി കിടന്നുറങ്ങിക്കോ. അപ്പൊ ശ്യാമക്കുട്ടൻ എന്താ ചെയ്യാൻ പോണ്? ഞാനും കിടന്നുറങ്ങാൻ പോണ്. ചെല്ലെങ്കില് ഞാനേ പോയി. ഈയു ടൈം ആവാച്ചി. എടാ സിംഗിൾ പസംഗേ, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. സാരില്ല, കുറച്ചാളയുമ്പോ നിനക്ക് കിട്ടും. ഓ, എനിക്ക് വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് സിംഗിൾ അടിച്ച് നടന്നോളാം. അതാണ് ഹാപ്പിനെസ്. ആ കണ്ണീര് തുടച്ചിട്ട് പറ. ഡേ സൂര്യ, നീയും എന്നാ നീ ചോദിച്ചതൊക്കെ ഉണ്ട്. പക്ഷെ കോഴിയുടെ ചോര അത് നീയായിട്ട് എടുക്കണം. ഓക്കെ.
ചാത്ത, നിങ്ങൾ യഥാർത്ഥത്തിലുള്ളതാണെങ്കിൽ ഞാനിപ്പോൾ വിളിക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരണം. എനിക്ക് നിങ്ങളെ കാണണം, നിങ്ങളോട് സംസാരിക്കണം. Oh shit. ചെക്ക എഴുന്നേൽക്കട, 11 മണിയായിട്ടാ, വെയിൽ മൂടിലടിച്ചടാ. ഇനിക്കേ എന്നടാ എണ്ണാനാ 1 2 3 ഓ നാറി. ഡാ, നീ ജീവനോടിരിക്കുന്നു ഞാൻ വിചാരിച്ചില്ലടാ. നീ ഇന്നലെ ചാത്തനെ കണ്ട? ഒന്നിനെയും ഞാൻ കണ്ടില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞത് ഇതൊക്കെ ഫേക്ക് ആണെന്ന്. അപ്പൊ ആരും വിശ്വസിച്ചില്ല. അങ്ങനെയൊന്നല്ല, നീ മര്യാദയ്ക്ക് വിളിച്ചിട്ടുണ്ടാവില്ല, അതായിരിക്കും വരാതിരുന്നത്. ഞാൻ മര്യാദയ്ക്ക് തന്നെ വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ നീ കന്യകനല്ലെന്ന് അർത്ഥം. എന്റെ തെറി വാങ്ങി കൂട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് മാറിയിരുന്നോ? ഡാ, അങ്ങോട്ട് മാറിയിരുന്നോട്ടാ, വെറുതെ തെറി കാണിക്കണ്ട. ആ, അതാണ് നല്ലത് എന്റെ ശരീരത്തിന്. ഞാൻ അങ്ങോട്ട് മാറിയിരിക്കാണേ. എവിടെയും പോ. ഡാ സൂര്യ, നീ ഇവന്റെ ചേട്ടനെ കണ്ടോ? യാർ, എടാ, നമ്മുടെ രാമന്റെ ചേട്ടൻ വന്നു. പറഞ്ഞില്ലേ വല്യമ്മയുടെ വീട്ടിൽ പോയത്? പുള്ളി വന്നെന്റെ മോനെ കാണണം. ഹോട്ട് ആൻഡ് ഹാൻസം. ഇവന്റെ ചേട്ടൻ ഇവനെ പോലെയല്ല, 2 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ്. പക്ഷെ അതുപോലെ തന്നെ സൗന്ദര്യം. എനിക്ക് പറയാൻ വാക്കുകളില്ല. ഓ മൈ ഗോഡ് പല്ലു ബേബി, ഞാനാണ് നിന്റെ ബോയ് ഫ്രണ്ട്, അവനല്ല. അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ നേരി കണ്ട സാധനം ഞാൻ എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യും. അത്രയ്ക്ക് ഹൈപ്പ് കൊടുക്കാനൊന്നും ഇല്ല. എന്നെ കൊണ്ടൊരു ഇത്തിരി പൊടിക്ക് സൗന്ദര്യം ഉണ്ടെന്നുള്ളൂ, വേറെ പ്രത്യേകതൊന്നുമില്ല. കൊണ്ട് പോടാ മാറി, ഒന്ന് നിർത്തോ. എന്തായാലും ഞങ്ങളൊക്കെ ഏട്ടനെ പോയി കണ്ട് സംസാരിച്ച്. നീ ഇത്ര നേരം എനിക്കാത്തത് കൊണ്ടാ. ഏട്ടൻ റൂമിലുണ്ടാവും, നീ ജസ്റ്റ് ഒന്ന് പോയി കണ്ട് സംസാരിച്ചേക്ക്. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് ചെല്ലാം. ഓക്കേടാ. டேய், அவருடைய பேர் என்ன? കാശിനാഥൻ, ഷോർട്ട് കാശി. அப்புறம் நான் மீட் பண்ணிட்டு வரேன். நீங்க ഇവിടെ இரு. നീ പുള്ളിനെ പാത്തിട്ട് സാപ്പിട്ടിട്ട് വന്നാ മതി. ഓക്കെ. കാവിൻ കോവിലകത്തിൻ പൂമുഖത്ത് തമ്പൂരാൻ നടന്നതോ ദിക്കുകൾ സാക്ഷിയായി രാഗാദ്രമായൊരു പൊൻകിലുക്കം. ஹாய் காசி, நான் சூர்யா, உன் தம்பியோட ஃப்ரெண்ட். തമിഴനാ? தமிழ் தானே, ஆனால் மலையாளம் தெரியும். അപ്പോ മലയാളത്തിൽ സംസാരിക്കടോ. ஏன் தமிழ் தெரியாதா? അപ്പടിയൊന്നും ഇല്ലേ, തമിഴ് തെറിയും, ആനാ കൊഞ്ചം കൊഞ്ചം. சரி, நான் മലയാളത്തിൽ സംസാരിക്കാം. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാനൊരു അധ്യാപകനാണ്. ഓ, സൂര്യനാണോ ഇന്നലെ ആ കാട്ടില് തീയൊക്കെ കത്തിച്ചത്? ഏയ്, താൻ പേടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ചുമ്മാ അറിയാൻ വേണ്ടി ചോദിച്ചതാ. അത് അല്ല, അതായത് ഞാൻ മുത്തശ്ശി അങ്ങനൊക്കെ പറഞ്ഞപ്പോ ജസ്റ്റ് സത്യമാണോന്നറിയാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കിയതാ. എന്നിട്ട് എന്ത് തോന്നി? അത് ഫേക്കാണ്, കാരണം ഞാൻ കണ്ടൊന്നുമില്ല ചാത്തനെ. റിയലി? ഹാ. സൂര്യ, ചാത്തനുണ്ടല്ലോ വിചിത്രമായ സ്വഭാവവും കുഴപ്പക്കാരനും കപട ബുദ്ധിയുള്ളവനുമാണ്. തന്നെ പറ്റിച്ച് എവിടെങ്കിലും ഇരിപ്പുണ്ടാവും, സൂക്ഷിച്ചോ.
നീ എന്തിനാ ഞങ്ങളോട് മൂന്നുപേരോടും വരാൻ പറഞ്ഞത്? ചാത്തൻ സ്വതന്ത്രനായി അല്ലേ അമ്മേ? ഇനി കുറെ കൂടി ശ്രദ്ധിക്കണം. ആ പിള്ളേരിൽ ഒരാളാണ് അതിന് കാരണം. ആ ആളെയാണ് ഇനി ചാത്തൻ ഉപദ്രവിക്കാൻ പോകുന്നത്. ഈശ്വര, ആരത്? അമ്മ, അതാരാണെന്നതിലല്ല, ചാത്തൻ പുറത്തിറങ്ങിയെന്നതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കൂടുതൽ സംരക്ഷണം ഈ വീടിന് നാലു ചുറ്റും വേണം. അതിനെന്താ ചെയ്യേണ്ടത്? അച്ഛനൊരു പണി ചെയ്. ഞാൻ തരുന്ന ഈ മണ്ണ് 4 ദിക്കിലായിട്ട് ഇടണം. ശരി. നാളെ മുതലാണ് ഇവിടെ തെയ്യം ആരംഭിക്കാൻ പോകുന്നത്. ആഹാ. പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. തെയ്യത്തിന് എവിടെ നിന്നൊക്കെ ആൾക്കാർ വരാന്ന് പറയാൻ പറ്റില്ല. ചാകരയാണ് ചാകര. അതൊരു കുറേ പെൺപിള്ളേരുണ്ടാവും. നിങ്ങൾ വിളക്കാൻ നോക്കിക്കോ, വീഴും. ഇനി അതിന്റെ ആവശ്യം വരില്ലെന്നാ എനിക്ക് തോന്നുന്നേ. എന്നുവെച്ചാ അതൊക്കെ പിന്നെ പറയാം. ഇന്ന് അവന്റെ സ്വഭാവത്തിന് എന്തോ പ്രത്യേകതയില്ലേ? നിങ്ങൾ എല്ലാരും ശ്രദ്ധിച്ചേ. വെറുതെ നാണിക്ക, വെറുതെ കയറി ചിരിക്ക, എന്തൊക്കെയോ ആക്ഷൻസ് കാട്ടാ. എന്തോ പറ്റിയിട്ടുണ്ട്. നിനക്ക് തോന്നിയില്ലേ? ഞാൻ അവനെ ശ്രദ്ധിച്ചും കൂടിയില്ല അപ്പോഴാ. അതങ്ങനെ ഒരു നന്മ വരാം. ഞാനെന്നാ പുറത്തു പോയിട്ട് വരാം. നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കേ. നീ എങ്ങോട്ട് പോണ? ഞങ്ങളെ കൂടെ കൊണ്ടുപോ. ചുമ്മാ ഫോട്ടോസ് എടുക്കാൻ. എന്നാ പോ. ഇത് ഏത് കടവുൾ? ചാത്തൻ. ഓ മൈ ഗോഡ്, യു സ്കേർഡ് മീ. അപ്പൊ ഞാൻ വരുന്ന സൗണ്ട് ഒന്നും താൻ കേട്ടില്ലേ? ഇല്ല, ഞാൻ കേട്ടില്ല. അത്രയും ആഴത്തിൽ ചിന്തിച്ചു നിൽക്കായിരുന്നോ? ഹേയ്, എന്താണ് ഇവിടെ പരിപാടി? ഫോട്ടോ എടുക്കാൻ വന്നതാ. ഓ, അല്ല, താൻ എന്താണ് ഇവിടെ? പ്രകൃതി ആസ്വദിക്കാൻ വന്നതാ. ആഹാ. പിന്നെ അല്ല, റാം പറഞ്ഞിട്ടുണ്ട് അവന്റെ അണ്ണൻ ഇത്തിരി കോൾഡ് പേഴ്സൺ ആണെന്ന്. എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല. അങ്ങനെ ഒന്നുമില്ല. താൻ എന്നെ നോക്കുന്നത് കണ്ടാ തോന്നുന്നു താൻ എന്നെ മുന്നേ കണ്ടിട്ടുള്ള പോലെ. സത്യം പറ, നമ്മൾ സ്വപ്നത്തിൽ കണ്ടുമുട്ടിയതല്ലേ? ചുമ്മാ. ഡേ, എന്നെ ഇവിടെ തനിയാ പണിട്ട് ഇരിക്കേ? സ്വപ്നം കാണാമായിരുന്നു. കനവാ? എബൌട്ട് വാട്ട്? മൈ ഫ്യൂച്ചർ. അപ്പപ്പ, ആർക്കൂടെ? അതൊക്കെ പിന്നെ പറയാം. ഡേ, ഇപ്പൊ പറഞ്ഞിട്ട് പോടാ. ഇല്ല, സമയമാകുമ്പോ ഞാൻ തന്നെ പറയാം. എടാ, എല്ലാരും വേഗം ഒന്ന് കുളിച്ചിട്ട് ഇറങ്ങടാ, അല്ലെങ്കിൽ അമ്പലത്തിലത്തെ പ്രസാദം തീർന്നു പോവും. എടാ, ഞങ്ങളൊക്കെ കഴിഞ്ഞിന് സൂര്യൻ കൂടി ഉള്ളൂ. അവൻ എന്തേ? അവനാണ് ഇപ്പൊ കുളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓ, എന്നാ പിന്നെ കഴിഞ്ഞൊരു ഐഡിയക്ക് വന്നിക്ക്. ഓ, വരാ. എന്റെ കഴിഞ്ഞു, പോവാം. അപ്പപ്പ, തേടാ തമിഴൻ മലയാളിയായി. പോതും വാ പോല. വാ. അല്ല രാമ, കാശിയേട്ടൻ എന്തേ? ഏട്ടൻ ലൈറ്റ് ആയിട്ടേ വരുള്ളൂ, നമുക്ക് പോവാം. ഓ, ഓക്കെ. ഡേ, എന്നടാ? അത് എനിക്ക് വയറ്റിற்கு സുഖമില്ല. നിങ്ങ പോങ്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. ഇപ്പൊ പെട്ടെന്ന് എവിടുന്ന് വന്ന്? എനിക്കത് தெரியாது. നിങ്ങ പോയിക്കോ, ഞാൻ വരാം. നിനക്ക് വഴി അറിയാത്തന്നെ നീ ഏട്ടന്റെ കൂടെ വാ. സരി. എന്തേടാ? വേണമെങ്കിൽ ഞാൻ അവനെ കൂട്ടിരിക്കേടാ, എന്നിട്ട് അവന്റെ കൂടെ അവന്റെ ഏട്ടന്റെ കൂടെ ഞാൻ ഒരുമിച്ച് വരാം. അയ്യോ, അത് വേണ്ട, നീ ഇങ്ങോട്ട് വന്നേ. എത്ര കണ്ടാലും മതി വരില്ലല്ലോ നിന്റെ നിലാചന്തം. പിന്നിൽ നിന്നെൻ്റെ കണ്ണു പൊത്തുമ്പോൾ എന്നെ മറന്നു ഞാൻ. നീലാമ്പൽ തേടി നമ്മൾ പണ്ടലഞ്ഞപ്പോൾ നീ തണ്ടുലഞ്ഞൊരാമ്പൽ പൂവായി നിന്നപ്പോൾ വരിവണ്ടായി ഞാൻ മോഹിച്ചു. സൂര്യൻ. കാശി, നീ നല്ലവേ പാടി. ഓ, നന്ദി. അല്ല കാശി, നീ എന്താ അവരുടെ കൂടെ പോവാണ്ടിരുന്നത്? ഞാൻ ലേറ്റ് ആയിട്ടാ പോവാറ്, അതുകൊണ്ട്. ഓ, അല്ല, താനെന്താ പോവാണ്ടിരുന്നത്? വയറുവേന. കള്ളം.
അല്ല സത്യമായിട്ടും. ഇതെങ്ങനെ പെട്ടെന്നൊരു വയറുവേന? അതെനിക്ക് അങ്ങനെ ഇടയ്ക്ക് വരാറുണ്ട്. ഓ ശരി ശരി, നമുക്ക് ഉത്സവം കാണാൻ പോവാം. ആ പോവാം. ഏയ് സൂക്ഷിച്ച്, ഇപ്പൊ തലയിടിച്ചേനായിരുന്നു. സോറി. എതുക്ക്? അല്ല താങ്ക് യു. ആ ഓക്കെ. കാസി, തനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം? ചുമ്മാ അറിയണമെന്ന് തോന്നി. ഇല്ല. അതെന്തില്ലാത്ത? വേണ്ടെന്ന് തോന്നിയതുകൊണ്ട്. ഇനി ഭാവിയിൽ പ്രണയിക്കില്ല അപ്പോ? അതൊക്കെ ചെയ്യും. ഗേൾസിനാണോ ഇഷ്ടം? അങ്ങനൊന്നുമില്ല, ഇഷ്ടപ്പെട്ട ആരെ വേണമെങ്കിലും കിട്ടും. ഓ, സൂര്യ ഇങ്ങോട്ട് വന്നേ. തെണ്ടി സമ്മതിക്കില്ല. ഞാനെന്നാ പോണേ. ആ സൂക്ഷിച്ച് വീഴല്ലേ. താങ്ക് യു. അങ്കമുരുകും നെഞ്ചിമേ തകിട് ഞാനൻ നെഞ്ചിലെ അനുരാഗത്തിൻ മന്ത്രമെഴുതുമ്പോൾ കണ്ണിലെരിയും കുഞ്ഞുമൻ വിളക്കിൽ വീണ്ടും വിണ്ണുമെൻ അഭിലാഷത്താൽ എണ്ണ പകരുമ്പോ തെച്ചിപ്പൂന്തോപ്പിൽ തത്തും ചുണ്ടിന്മേൽ ചുംബിക്കുമ്പോൾ ചെല്ലക്കാറ്റേ കൊഞ്ചുമ്പോ എന്തിനീ നാണം തേനിളം നാണം. കാസിയോട് എന്റെ ഇഷ്ടം പറഞ്ഞാലോ? സൂര്യ, നിനക്കറിയാലോ നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അറിയാം. ഞാൻ ഇവരൊക്കെ പ്രയോറിറ്റി കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നിനക്കാ പ്രയോറിറ്റി തരാറ്. അറിയാടാ. എന്താ സംഭവം? അത് പിന്നെ മറ്റുള്ളവർ എൻ്റെ പ്രണയം ആരാന്നറിയണേക്കാൾ മുമ്പ് നീ ആദ്യം ആരാന്നറിയണം. ഓ, അപ്പൊ എന്നെ ആദ്യം കാണിക്കാൻ പോണേ? ശരി കാണിക്ക്. അല്ല, നമ്മളെന്താ ഇങ്ങോട്ട് പോണേ? കാശിയേട്ടനെ എനിക്കിഷ്ടം. ഞാൻ പുള്ളിനോട് കൺഫസ് ചെയ്തു. പുള്ളിക്ക് എന്നെ ഇഷ്ടാന്ന് പറഞ്ഞു. പുള്ളിക്ക് നിന്നെ ഇഷ്ടമാണോ? പ്രണവ്. ഇതാരാ? നീ എന്നിട്ട് പൊട്ടന്മാരെ പോലെ കാശിയേട്ടൻ. കാശിയേട്ടൻ ഇതോ? പിന്നല്ലാണ്ട് ആരാ? അതല്ലേ രാമന്റെ ചേട്ടൻ. അല്ല, നിനക്ക് ആള് മാറിയതാ. ഞാൻ കണ്ട കാശി ഇതല്ല. എനിക്കാള് മാറിയേ? ഇതല്ലടാ കാശി. എന്തു പറ്റി? നീങ്ക യാറ്? ഞാൻ കാശിനാഥൻ. അയ്യോ, നിങ്ങ കാശിനാഥനല്ല. ഡാ എന്താടാ? ഡേ, നിന്റെ അണ്ണൻ എവിടെടാ? ദേ ഇത്. ഇതല്ല കാശിനാഥൻ, വേറെ ആരോ. നിനക്കെന്തു പറ്റി സൂര്യ? ഭ്രാന്തായോ? അത് താ എന്നോട് അണ്ണൻ. അപ്പൊ ഈ ഒരു മാസം ഞാൻ കാശിനാഥനാണെന്നും പറഞ്ഞ് കണ്ടതാരാ? ചാത്തനെ. നീ ഉദ്ദേശിക്കുന്ന ആള് നിനക്ക് കാണണമെങ്കിൽ ചാത്തങ്കാവിൽ പോ. അവിടെ നിന്നെയും കത്ത് ചാത്തനിരിപ്പുണ്ടാവും. എതുക്ക് ഇതെല്ലാം? നീയല്ല സൂര്യ എന്നെ വിളിച്ചു വരുത്തിയത്. അപ്പൊ ചാത്തനായി വന്ന പോരെ, എന്തിനാ കാശിയായത്? സൂര്യ, അതിന് ഞാനല്ലോ എന്നെ കാശി എന്ന് അഭിസംബോധന ചെയ്തത്. നീയല്ലേ? ശരി, പിന്നെ എന്തിനാ എന്റെ ഉള്ളിൽ ഇത്രയും ഫീലിങ്സ് ഉണ്ടാക്കിയത്? കാരണം ഞാൻ നിന്നെ പ്രണയിക്കുന്നത് കൊണ്ട് സൂര്യ. എന്നാ ഞാൻ പ്രണയിച്ചത് കാസിയാണ്, നിന്നെയല്ല. നീ ഒരു വൃത്തികെട്ട ഭൂതമാണ്. മനുഷ്യനെ കൺട്രോൾ ചെയ്ത മനുഷ്യനെ ഇല്ലാണ്ടാക്കുന്ന ഭൂതം.
അതെല്ലാം ഞാനാണ് നിന്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ സത്യം അതല്ലേ? അതാണ് മനുഷ്യൻ, കാണാത്തതിനെ വിശ്വസിക്കും. കൺമുമ്പിൽ തെളിവുകളും സത്യങ്ങളും നിരത്തിയാലും അവൻ കേൾവി കേട്ടത് മാത്രമേ വിശ്വസിക്കൂ. ചാത്തനെന്ന ദുഷ്ടനെ മാത്രമേ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ളൂ. അവൻ്റെ ഉള്ളിലെ സ്നേഹം കൊതിക്കുന്ന ഒരു ആത്മാവുണ്ട്. അത് നിങ്ങൾ ആരും കണ്ടിട്ടില്ല. 1000 ജന്മങ്ങൾ ഞാൻ എടുത്തു. 1000 ജന്മത്തിലും നിന്നെ ഞാൻ തേടി അലഞ്ഞു. ഒരിക്കൽ പോലും നീ എന്നെ മനസ്സിലാക്കിയില്ല. ഇപ്പോഴും നീ എന്നെ മനസ്സിലാക്കുന്നതുമില്ല സൂര്യ. ഓരോരുത്തരുടെ കണ്ണിലും എന്നോടുള്ള അറപ്പും പേടിയും ഞാൻ കാണുമ്പോൾ നിന്റെ കണ്ണിൽ മാത്രം സമാധാനവും സ്നേഹവും ഞാൻ കണ്ടു. എന്നെ അറപ്പോട് നോക്കിയ ആ കണ്ണുകളിൽ ഒരൊറ്റ കണ്ണ് മാത്രം എന്നെ സ്നേഹത്തോടെ നോക്കിയിരുന്നു. ആ കണ്ണുകളുടെ ഉടമയാണ് നീ. മരണമടഞ്ഞപ്പോൾ പോലും നിന്റെ കണ്ണുകളിൽ കണ്ണുനീർ വന്നത് എനിക്ക് വേണ്ടി മാത്രമാണ്. നീ എന്തൊക്കെയാ പറയുന്നത്? നിങ്ങൾ കേട്ടതെല്ലാം കള്ളമാണ്. ചാത്തന്റെ കഥയിലെ ഭാഗം മാത്രമാണ് സത്യം. നിങ്ങൾ കേട്ടതും അറിഞ്ഞതും എല്ലാം തെറ്റായ ധാരണ മാത്രമാണ്. പുത്രഭാഗ്യമില്ലാതിരുന്ന മന്ദാകിനിക്ക് ശിവഭഗവാനിൽ നിന്നും കിട്ടിയ അനുഗ്രഹമായിരുന്നു ചാത്തൻ. പക്ഷേ മന്ദാകിനിക്ക് മുമ്പിൽ മാത്രമായിരുന്നു അവനൊരു മകൻ. ബാക്കി എല്ലാവർക്കും അവനൊരു പേടി സ്വപ്നമായിരുന്നു. കാരണം അവൻ ജനിച്ചത് വികൃതമായ രൂപത്തിലാണ്. കഴുത്തോളം നീണ്ടു നിൽക്കുന്ന നാവ്, വവ്വാലിൻ്റേത് പോലെയുള്ള പല്ലുകൾ, ചുവന്ന കണ്ണുകൾ, തലയ്ക്കും ഇത് 2 കൊമ്പ്, ശരീരമാസകലം ചുവന്ന നിറം. ഇതായിരുന്നു ചാത്തന്റെ പൂർണ്ണ രൂപം. കൂട്ടുകാരെ, നമുക്ക് കളിക്കാം ശങ്കുണ്ണി. കൂട്ടുകാരെ, നിങ്ങൾ നമ്മയും നിങ്ങളുടെ കൂടെ കളിക്കാൻ കൂട്ടുമോ? ചാത്തൻ നമ്മുടെ അടുത്തേക്ക് വരരുത്. അതെ, പോയാലും നമ്മ ഉപദ്രവിക്കരുത്. ഇല്ല, നാം നിങ്ങളെ ഒന്നും ചെയ്യില്ല. അമ്മേ, അച്ഛാ, ചാത്തൻ നമ്മെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. ഇല്ല, നാം ഒന്നും ചെയ്യുന്നില്ല. ഈശ്വര, നമ്മുടെ പുത്രന്മാർ. കിടക്കു ചാത്ത പുറത്ത്. നമ്മുടെ കുട്ടികളെ തൊട്ടുപോകരുത്. നാം ഒന്നും ചെയ്തില്ല. മഹാദേവ, ഹനുമാസ്വാമി, ഇവനെ ഞങ്ങളുടെ അടുത്ത് നിന്ന് രക്ഷിച്ചാലും. നാം ഒന്നും ചെയ്തില്ല. പോകൂ, ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോകൂ ചാത്ത. മകനെ, ചാത്ത, നീ ഇത് എവിടെയാണ്? മകനെ, നീ എന്തിനാണ് കരയുന്നത്? അമ്മ, നമ്മെ കണ്ടിട്ട് അമ്മയ്ക്ക് ഭയം തോന്നുന്നുണ്ടോ? ഭയമോ? നീ നമ്മുടെ പുത്രനല്ലേ, നാം എന്തിനു നിന്നെ ഭയക്കണം? അമ്മ, ഇന്ന് എല്ലാവരും നമ്മെ കല്ലെടുത്തെറിഞ്ഞു. എന്തിന്? നാം ആ കൂട്ടുകാരുടെ കൂടെ കളിക്കാൻ പോയതാണ്. പക്ഷെ അവരെല്ലാം നമ്മെ കണ്ട് ഭയന്നു, നമ്മെ കല്ലെടുത്തെറിഞ്ഞു. അമ്മ പറഞ്ഞാലും നാം എന്താ ഇങ്ങനെ? നമ്മുടെ ശരീരം എന്താ അമ്മയുടെയും മറ്റുള്ളവരുടെ പോലെ അല്ലാത്തത്? നമുക്ക് എന്താണ് പ്രശ്നം? നാം ആഗ്രഹിച്ചാൽ പോലും ഒരാളോട് പോലും നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നില്ല. നമ്മെ എല്ലാവരും വെറുക്കുന്നത് കാണുമ്പോൾ നമുക്ക് നമ്മോട് തന്നെ അറുപ്പ് തോന്നുന്നു. ഇല്ല മകനെ, അങ്ങനെയൊന്നും സംസാരിക്കാതെ ഇരിക്കൂ. ഈ ലോകം അങ്ങനെയാണ്. സൗന്ദര്യത്തിന് മാത്രമേ അവർ ആദ്യ പരിഗണന കൊടുക്കൂ. അപ്പോ നമുക്ക് സൗന്ദര്യമില്ല അമ്മേ? മകനെ ചാത്ത, നിന്നേക്കാൾ സൗന്ദര്യമുള്ള ആരും ഈ ലോകത്തില്ല. നീയാണ് സൗന്ദര്യം. പക്ഷെ അത് മനസ്സിലാക്കാൻ ഇവർക്കാർക്കും കഴിയുന്നില്ല. അവരുടെ കണ്ണുകൾ അന്ധകാരത്താൽ മൂടപ്പെട്ടു. ഒരു നാൾ അങ്ങനെ അന്ധകാരത്താൽ മൂടപ്പെടാത്ത കണ്ണ് നിന്റെ അടുത്തേക്ക് വരും, നിന്നെ തേടി വരും. അന്ന് കൈവിടാതെ എന്റെ ചാത്തൻ അതിനെ സ്വീകരിക്കണം. ഇനിയും എത്ര നാൾ അമ്മേ? അറിയില്ല മകനെ, സമയമാവട്ടെ. പിന്നീടുള്ള നാളുകളിലൊന്നും ചാത്തൻ വീടിന് വെളിയിൽ വന്നില്ല. അവൻ തന്റെ ലോകത്തെ ആ കുഞ്ഞു മുറികളിൽ ഒളിപ്പിച്ചു. മറ്റുള്ളവരുടെ പോലെ തനിക്ക് സന്തോഷിക്കാൻ അവകാശമില്ലെന്ന് അവൻ മനസ്സിലാക്കി. എന്നാൽ ഒരിക്കൽ, ചാത്ത മകനെ, അമ്മയ്ക്ക് ഒരുപാട് പ്രായമായിരിക്കുന്നു. അമ്മയ്ക്കിനി ആയുസ് എത്ര കാലം ഉണ്ടാകുമെന്നറിയില്ല. ആയതിനാൽ മകൻ ഇവിടെ മാത്രം ഇരുന്നാൽ പോരാ, പുറത്തിറങ്ങണം. മകന് വേണ്ടതെല്ലാം മകൻ സമ്പാദിക്കണം, കണ്ടുപിടിക്കണം. ഭാവിയിൽ അമ്മയ്ക്ക് മോന് വേണ്ടി ഒന്നും കൊണ്ടുതരാൻ സാധിച്ചില്ലെങ്കിൽ മകന് കഴിക്കാനുള്ളത് മകൻ തന്നെ കണ്ടുപിടിക്കണം. അതിന് നീ ഈ മുറിക്കുള്ളിൽ ഇരിക്കാതെ പുറത്തേക്ക് വന്നാലോ? നമുക്ക് ഭയമാണ് അമ്മേ. പുറത്തു പോയാൽ അവർ നമ്മെ ദേഹോപദ്രവം ചെയ്യും. പുത്ര, നിനക്കിപ്പോൾ 20 വയസ്സായിരിക്കുകയാണ്. ഇനി ഭയമൊന്നും വേണ്ട. അവർ നിന്നെ ഒന്നും ചെയ്യില്ല. അതെങ്ങനെ ഇത്ര ഉറച്ചു പറയാൻ സാധിക്കുന്നു അമ്മേ? കാരണം അന്ന് നീ ഒരു ബാലനായിരുന്നു. ഇപ്പോൾ നീ ഒരു യുവാവാണ്. പൂർണ്ണരൂപം വന്ന ഒരു പുരുഷൻ. നിന്നെ അവർ ഭയക്കുമെങ്കിലും അവർ നിന്റെ അടുത്തോട്ട് വരില്ല. നിന്നെ ദേഹോപദ്രവം ചെയ്യുകയുമില്ല. ഇനിയും നീ ഇരുട്ടിനെ ആശ്രയിച്ചാൽ വെളിച്ചത്തെ മറന്നു പോകും മകനെ. മകനെ, പുറത്തോട്ട് വരൂ. അമ്മയ്ക്ക് വേണ്ടി പുറത്തു പോയി കുറച്ച് വിറകുകൾ കൊണ്ടുവരൂ. ശരി അമ്മേ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ചാത്തൻ ആദ്യമായി അന്ന് വിലയിലിറങ്ങി. ഒരുപാട് കണ്ണുകൾ അവന് ചുറ്റുമുണ്ടായിരുന്നു. അവയെല്ലാം ഭയത്തിൻ്റെതായിരുന്നു. ആ കണ്ണുകളൊന്നും അവനെ സന്തോഷിപ്പിച്ചില്ല. പകരം അവൻ്റെ ഉള്ളിൽ അവൻ അവനെ തന്നെ വെറുക്കാനുള്ള കാരണങ്ങളായി. അരുത്, അങ്ങനെ ചെയ്തുകൂടാന്നാ.
അരുത്, കളിയിൽ കള്ളത്തരം പാടില്ല. പക്ഷെ സാരികാദേവി, പിന്നെ നമ്മൾ എങ്ങനെ ജയിക്കും? ഒരുപാട് മാർഗമുണ്ടല്ലോ. കള്ളത്തരമല്ലാതുള്ള നേർവഴി. വെള്ളത്തിൽ മുങ്ങി ആദ്യം ആരാണോ താമര പൊട്ടിച്ചു കൊണ്ടുവരുന്നത് അവർക്കിരിക്കട്ടെ സമ്മാനം. എന്നാൽ തുടങ്ങാം ദേവി. ശരി, എന്നാൽ തുടങ്ങാം. അതോ നോക്കൂ, ചാത്തൻ. എന്റെ ഹനുമാസ്വാമി, വേഗം വരൂ, നമുക്ക് ഇവിടെ നിന്ന് പോകാം. അയ്യോ, അപ്പൊ സാരികാദേവി, അറിയില്ല, ഇവിടെ നിന്ന് ചാത്തൻ നമ്മളെ എല്ലാം തിന്നും. നമുക്ക് ഇവിടെ നിന്ന് വേഗം പോകാം, വരൂ. ഹാ, ആരും വന്നില്ലേ? അപ്പൊ നാമാണോ ആദ്യം ജയിച്ചത്? ആരാണ് ആ മരച്ചോട്ടിൽ ആരാണ് നിൽക്കുന്നത്? ഇവിടെ വന്നാലും. അവിടുന്ന് ആരാണ്? നാം ചാത്തൻ. ചാത്തൻ. ഈ നാമം നാം എവിടെ കേട്ടതുപോലെ. അപ്പോ അവിടുന്ന് നമ്മെ കുറിച്ച് അറിയില്ലേ? ഇല്ല. നമ്മെ കണ്ടിട്ട് അവിടുന്ന് ഭയം തോന്നുന്നില്ല? നാം എന്തിനാണ് പേടിക്കേണ്ടത്? നമ്മുടെ ഈ രൂപം. അവിടുന്ന് രൂപത്തിന് എന്തു പറ്റി? ഈ ചുവപ്പ്, കൊമ്പ്, വാൽ. അവിടുന്ന് പറയുന്നതൊന്നും തന്നെ നാം കാണുന്നില്ല. ഇതാ ഈ വെള്ളത്തിലോട്ട് നോക്കൂ, അങ്ങയുടെ പ്രതിബിംബം. നാം എന്താ ഇങ്ങനെ? അത് നമ്മോടാ ചോദിക്കുന്നത്? അല്ല, നാം ഇങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ ശരീരമാസകലം ചുവപ്പും നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണി വരെ ചുവന്നതായിരുന്നു. പക്ഷേ ഇതെങ്ങനെ? അത് അങ്ങയെ കാണുന്ന രൂപം. ഇത് നാം അങ്ങയെ കാണുന്ന രൂപം. അതെ, നാം നമ്മെ കുറിച്ച് പരിചയപ്പെടുത്തട്ടെ. നാം വെളിയങ്കാട്ട് തിരുമയുടെ മകൾ സാരികാദേവി. നാം മന്ദാകിനിയുടെ മകൻ ചാത്തൻ. മാതാവോ? അപ്പൊ അവിടെ നിന്റെ പിതാവ്? മഹാദേവനാണ് നമ്മുടെ പിതാവ്. അപ്പൊ അവിടുന്ന് മഹാദേവന്റെ സൃഷ്ടിയാണോ? അതെ. അപ്പോ അവിടുന്ന് ഒരു യോദ്ധാവാണല്ലേ? നാമോ യോദ്ധാവോ? അതെ, മഹാദേവനെടുക്കുന്ന ഓരോ അവതാരങ്ങളും ജനിപ്പിക്കുന്ന കുഞ്ഞുങ്ങളും ഓരോ യോദ്ധാക്കന്മാരാണല്ലോ. ഓരോ ജനനത്തിനും ഓരോ പുനർജന്മത്തിനും അതിൻ്റെതായ തക്കതായ കാരണങ്ങളും ഉണ്ടാകും. അവിടുന്ന് ജനനം ഈ ലോകത്ത് എന്തോ ഒന്ന് മാറ്റിമറിക്കാനുള്ളതാണ്. അവിടുന്ന് കാണാൻ സാധിച്ചതിൽ നാം ഒരുപാട് കൃതജ്ഞയാണ്. ദേവ, അവിടുന്ന് നമുക്ക് വിട തന്നാലും. പോവുകയാണോ? സന്ധ്യയായി. നാളെ ഇതേ സമയം നാം ഇവിടെ വരാം. അപ്പോൾ നമുക്ക് കാണാം. ശരി സാരിക. നമുക്ക് ഭയമാവുന്നു. സാരികാദേവിക്ക് എന്തെങ്കിലും പറ്റിക്കാണുമോ? അറിയില്ല. അവരുടെ അച്ഛനോട് ഈ കാര്യം അറിയിക്കണ്ടേ? അറിയിക്കാം. യുദ്ധമുണ്ടായാലോ? പേടിയാവുന്നു. ചാത്തൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സാരികാദേവി. എന്താണ്? എന്തു പറ്റി നിങ്ങൾക്കെല്ലാം? സാരികാദേവി, അവിടെ നിന്ന് ഒന്നും ചെയ്തില്ലേ ചാത്തൻ? നമ്മെ എന്തു ചെയ്യാൻ? സാരികാദേവി, അവിടെ നിന്ന് തന്നെയാണ് ഈ പറയുന്നത്. ചാത്തനെ അറിയില്ല. അപ്പോ ചാത്തനെ അറിയാനും മാത്രം എന്താണുള്ളത്? അവനൊരു ഭൂതമാണ് ദേവി. മഹാദേവൻ നമ്മളെയെല്ലാം ഇല്ലാതാക്കാൻ ഉണ്ടാക്കിയ ശക്തി. ഈ അസംബന്ധമെല്ലാം നിങ്ങളോട് ആരാണ് പറഞ്ഞത്? അസംബന്ധമോ? ഇതെല്ലാം യഥാർത്ഥമായി നടക്കുന്ന കാര്യമാണ് ദേവി. ശരി, നിങ്ങൾ അങ്ങനെയാണ് വിചാരിച്ചതെങ്കിൽ വിചാരിച്ചുകൊള്ളൂ. അല്ല ദേവി, അപ്പൊ അവിടെ നിന്ന് ഭയം തോന്നിയില്ലേ? എന്തിനോട്? ചാത്തന്റെ രൂപത്തിനോട്. അത്രയും വലിയ ശരീരവും ചുവന്ന നിറവും വാലും കൊമ്പും ചുവന്ന കണ്ണും കൂർത്ത പല്ലുകളൊക്കെ കണ്ടിട്ട് ദേവിക്ക് ഒരു ഭയവും തോന്നിയില്ല? നിങ്ങൾ കണ്ടതൊന്നും നാം അവിടെ കണ്ടില്ല. ഒരു പൂർണ്ണ മനുഷ്യനെ മാത്രമാണ് നാം അവിടെ കണ്ടത്. എങ്കിൽ ചാത്തൻ അവിടെ നിന്നെ മായാജാലം കൊണ്ട് മാറ്റിയെടുത്തതാണ്. വെറുതെ തെറ്റുകൾ പറയാതിരുന്നാലും നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല. വെറും ഒരു നിഷ്കളങ്കനായ പയ്യനാണ് ചാത്തൻ. നാം അത് കണ്ടതുമാണ്. ഇനി ഇതിനെക്കുറിച്ച് ഒരു സംസാരം ഇവിടെ വേണ്ട. നമ്മുടെ അച്ഛന്റെ ചുവട്ടിൽ ഇതെത്തുകയും വേണ്ട. എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയാലും. ശരി ദേവി. അമ്മേ, അമ്മേ. എന്താണ് മകനെ? അമ്മേ, നാം ഒരു പെൺകുട്ടിയെ കണ്ടു. അവൾ നമ്മെ കണ്ട് ഭയന്നില്ല. ചാത്ത, മകനെ നീ എന്താണ് ഈ പറയുന്നത്? അതെ അമ്മേ, അവൾ നമ്മെ കണ്ട് ഭയന്നതുമില്ല, നമ്മോട് ഒരുപാട് സംസാരിക്കുകയും ചെയ്തു. മാത്രമല്ല, നമ്മുടെ പ്രതിബിംബം ജലത്തിൽ നാം കണ്ടു. അതിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. നാം സാധാരണ മനുഷ്യനെ പോലെ തോന്നി. നമുക്കൊന്നുമില്ല, കൊമ്പുകളില്ല, വാലില്ല, ഇത്ര വലിയ ശരീരമില്ല. സാധാരണമായ ഒരു മനുഷ്യനെ പോലെ നമുക്ക് തോന്നി അമ്മേ.
എന്താണ് അമ്മ ഇതിൻ്റെ ഒക്കെ അർത്ഥം? അതാണ് അമ്മ പറഞ്ഞ ആ കണ്ണ്. മറ്റുള്ളവർ നിന്നെ പേടിച്ചു നോക്കുമ്പോൾ ആ കണ്ണ് മാത്രം നിനക്ക് വേണ്ടി ചിരിക്കും. കൈവിടരുത്, കൂടെ കൂടിക്കോ. ശരി അമ്മേ, അവൾ നമ്മോട് നാളെ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മ അവളെ കാണാൻ പോകുന്നതാണ്. സുന്ദരനായിട്ട് പോകണം. ചാത്തൻ, മിണ്ടാതെ ഇരിക്കൂ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി അവിടെ ഇരുന്നോളൂ. നാം ചാത്തനോട് സംസാരിച്ചിട്ട് വരാം. വേണ്ട ദേവി. വേണം. ദേവാ, ചാത്ത. സാരിക ദേവി, ഒരുപാട് നേരമായോ നമ്മെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്? അയ്യോ ഇല്ല ദേവി, കുറച്ചു മുന്നേ എത്തിയതേ ഉള്ളൂ. അവിടെ നിന്ന് എവിടെയാണ് താമസിക്കുന്നത്? വനത്തിന് താഴെയായി ഒരൊറ്റ വീട് കാണാൻ സാധിക്കും. അതാണ് നമ്മുടേത്. എന്തുകൊണ്ടാ ജനങ്ങളുടെ കൂടെ താമസിക്കാത്തത്? എന്തു പറ്റി ദേവ? നമ്മെ മനുഷ്യനായി ആരും കണ്ടിട്ടില്ല. നാം ഒരു ഭൂതമാണെന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അവരുടെ ഒന്നും ഉപദ്രവമില്ലാതിരിക്കാൻ വേണ്ടിയാ അമ്മ നമ്മെ അവിടെ കൊണ്ട് താമസിപ്പിച്ചത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണെന്ന് നാം പറയട്ടെ. പറയൂ. അവിടുന്ന് മനുഷ്യനും ഇവിടെയുള്ളവരെല്ലാം ഭൂതങ്ങളായിട്ട് നമുക്ക് തോന്നിയത്. നമുക്ക് മനസ്സിലായില്ല. ഒരാൾ ഉപദ്രവിക്കുന്നതല്ലേ ദേവ ഭൂതം? ഈ മനുഷ്യന്മാരെ അങ്ങേയല്ലേ ഉപദ്രവിച്ചത്? അപ്പൊ അതിന്റെ അർത്ഥം അങ്ങാണോ ഭൂതം? അവരല്ലേ? മാത്രമല്ല, അങ്ങേ തന്നെ ഭൂതമായി കാണാതിരുന്നാൽ മതി. അങ്ങയുടെ സൗന്ദര്യം എന്താണെന്ന് അങ്ങക്ക് ഈ ജലത്തിൽ നോക്കിയിട്ട് മനസ്സിലാവുന്നില്ലേ? പറയുന്നവർ പറയട്ടെ ദേവ, അങ്ങക്ക് കൂട്ടിന് നാം ഇല്ലേ? നമ്മുടെ കൂടെ കാണുമോ? അവസാനം വരെ. ഇതെന്താണ്? അമ്മ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. അതെയോ? നാം കഴിച്ചു നോക്കട്ടെ. ഈ പാത്രം മാത്രമേ ഉള്ളൂ? അതെ. അടുത്ത പ്രാവശ്യം അമ്മയോട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കാൻ പറയണം. ഇതെനിക്ക് വയറ് നിറയുന്നത് പോലുമില്ല. നാം പറയാം. എന്തു പറ്റി? അവിടെ നിന്റെ ചിരി കാണാൻ നല്ല ഭംഗിയുണ്ട്. സമയമായി, നാം പോട്ടെ. സൂക്ഷിച്ചു വന്നാലും വീഴരുത്. അങ്ങ് എങ്ങനെ ഇത്രയും വേഗം അവിടെ വരെ എത്തിയത്? നമുക്ക് നടക്കാൻ കഴിയുന്നില്ല. ദേവ, ഇപ്പോൾ കുഴപ്പമില്ലല്ലോ? ഇല്ല. ഇനി നോക്കൂ സാരിക, ഇതാണ് നാം അവിടെ കാണിക്കാൻ കൊണ്ടുവന്നത്. ഇത്രയും മനോഹരമായ സ്ഥലമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടോ? ഉണ്ട്, ഒരുപാടുണ്ട്. നമുക്കിതൊന്നും കാണാൻ ഭാഗ്യമില്ലായിരുന്നു. ഇനിയുണ്ടല്ലോ, നാം കൂടെയില്ലേ? നാം അറിയാതെ സാരിക. ദേവ, ചാത്ത, നമുക്ക് അവിടുന്നോട് വലിയ പ്രണയമാണ്. നമ്മെ അവിടുന്നിന്റെ ഭാര്യയാക്കാൻ സാധിക്കുമോ? നമുക്ക് പൂർണ്ണ സമ്മതമാണ്. പക്ഷെ നമ്മുടെ ഈ ശരീരം ഇപ്പോ നാം അങ്ങയുടെ ശരീരമാസകലമുണ്ട്. നമ്മുടെ വിയർപ്പ് തുള്ളികളാൽ, നമ്മുടെ ഉമിനീരാൽ, നമ്മുടെ കണ്ണുനീരാൽ, നമ്മുടെ അണ്ടാണുക്കളാൽ, അങ്ങനെയെല്ലാം. ഇനി ഈ രൂപത്തെ പറ്റിയോ നാട്ടുകാരെ പറ്റിയോ അങ്ങ് ചിന്തിക്കരുത്. സന്ധ്യയായി, നാം അടങ്ങട്ടെ. അവിടുന്ന് പോകാതിരുന്നുകൂടെ? ആഗ്രഹമില്ലാണ്ടല്ല ദേവ, സമയം അതാഗതമാകുമ്പോൾ അങ്ങ് നമ്മെ വന്ന് കൊണ്ടുപോയാൽ മതി. കുറച്ചുനാൾ കൂടെ നാം നമ്മുടെ അമ്മയെയും അച്ഛനെയും സ്നേഹിക്കട്ടെ. അത് കഴിഞ്ഞാൽ ആ അവസരം നമുക്ക് കിട്ടിയില്ലെങ്കിലോ?
അത് കഴിഞ്ഞ് നാം പൂർണ്ണമായും അങ്ങയുടെ ഭാര്യയായിരിക്കും. മതി, അത് മാത്രം നമുക്ക് കേട്ടാൽ മതി. വീട് വരെ നാം നിന്നെ കൊണ്ടുവന്നാക്കി തരാം. ഈ അവസ്ഥയിൽ നടക്കുന്നത് ശരിയല്ല. അത് നല്ല കാര്യമാണ്. നമ്മുടെ കാലുകൾക്ക് ഇപ്പോൾ ശേഷിയില്ലാതായിരിക്കുകയാണ്. നാം ശക്തനാണെന്ന് തെളിയിച്ചില്ല ഇപ്പോൾ. ദേവ, നമുക്ക് ലജ്ജ വരുന്നു. മിണ്ടാതിരിക്കൂ. पाहता तुला मी वरले प्रिया रे जन्म वाहिल्याने घडले प्रिया रे राजस्वरूप हे गळ्यात माळले कुंकू कोवळे भाळी लावले वादळ झेलते मीच सुवासिनी स्वामी लाभतो असा युगातुनी सप्तपदी चालते नभातुनी मी साजते तुझ्याच लोचनात रे पण जन्मले आधी तुझ्या मनात रे मग भेटले पुन्हा नवी मनाच रे തമ്പുരാനെ, അങ്ങയുടെ മകൾ, നമ്മുടെ മകൾ ആ ചാത്തനുമായി നാം കണ്ടു. ചാത്തനുമായോ? അതെ. ഇത്ര കാലവും ആ ചാത്തന്റെ ഒരു അറിവും അവൾക്ക് കൊടുക്കാതെ അവളെ വളർത്തിക്കൊണ്ടുവന്നത് അവളുടെ ഉള്ളിൽ ഭയമില്ലാതിരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഇപ്പോൾ അവൻ ആ ഭയമില്ലായ്മയെ മുതലെടുത്തിരിക്കുകയാണ്. ഇന്നത്തോടു കൂടി അവൻ നമ്മുടെ പുത്രിയെ കാണില്ല. സാരിക, എന്താണ് അച്ഛാ? മകളെ, അച്ഛൻ നിന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. അടുത്ത ആഴ്ച നിന്റെ കല്യാണമാണ്. അച്ഛാ, ഇത്രയും പെട്ടെന്നോ? അതെ, ഈ നാടിന് വെളിയിലുള്ളവനാണ്, വലിയ വേട്ടക്കാരനാണ്. അവനാണ് നിനക്ക് യോജിച്ചവൻ. പക്ഷെ അച്ഛാ, നമുക്ക് എന്ത്? ഒന്നും തന്നെയില്ല. നീ നാം പറയുന്നത് കേട്ടാൽ മതി. അമ്മ, നമുക്ക് പറയാൻ. മകളെ സാരിക, പിതാവ് പറഞ്ഞത് തന്നെയാണ് അവസാനം. എന്തു പറ്റി സാരിക? പിതാവ് നമ്മുടെ വിവാഹം നടത്താൻ പോകുന്നു. എന്തുകൊണ്ട് എത്ര പെട്ടെന്ന്? അറിയില്ല. ദേവ അവിടുന്ന് ഉടൻ വന്ന് പിതാവിനോട് സംസാരിച്ചാലും. ശരി, നാം അത് ചെയ്യാം. നീ കരയാതിരുന്നാലും. ചാത്തൻ, ഓടിക്കോ. അയ്യോ ചാത്തൻ! നീ എന്തിനാ നമ്മുടെ പുരയിലേക്ക് വന്നത്? അച്ഛാ, നാം ചാത്തൻ സാരികയെ നാം ഒരുപാട് ഇഷ്ടപ്പെടുന്നു. നമുക്ക് അവളെ വേലി കഴിക്കാൻ ആഗ്രഹമുണ്ട്. നീ ആരുടെ മുമ്പിലാ വന്ന് നിന്ന് പറയണെന്ന് നിനക്കറിയോ? ഈ നാട് ഭരിക്കുന്ന നാടുവാഴിയുടെ മുമ്പിലാ. അതും അയാളുടെ മകളെ തന്നെ നിനക്ക് വേണമെന്ന്. നാം അവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. അവളില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. അതെ അച്ഛാ, നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് ചാത്തന്. മകളെ സാരിക, നിനക്ക് അവനെ കുറിച്ച് എന്തറിയാം? അവനൊരു സാധാരണക്കാരനല്ല. വിചിത്രമായ സ്വഭാവവും കുഴപ്പക്കാരനും കപട ബുദ്ധിയുള്ളവനുമാണ് അവൻ. അവന്റെ തന്ത്രബുദ്ധികൾ കൊണ്ട് അവൻ നിന്നെ മാറ്റിയെടുത്തതാണ്. നീ കാണുന്ന മുഖമല്ല അവനുള്ളത്. അവന്റെ യഥാർത്ഥമായ മുഖമാണിത്. ഈ വിചിത്ര രൂപണ വേണോ നിനക്ക് കല്യാണം കഴിക്കാൻ? അതെ. ഇത്രയും പറഞ്ഞിട്ടും നിനക്കെന്താ മനസ്സിലാവാത്തത്? ഇത്രയും വൃത്തികെട്ട രൂപമുള്ള ഇവനെ നിനക്ക് എങ്ങനെ പ്രണയിക്കാൻ സാധിച്ചു? നീ നമ്മുടെ പുത്രി തന്നെയാണോ? പിതാവേ, നമ്മുടെ കണ്ണിൽ നമ്മുടെ ചാത്തൻ സുന്ദരനാണ്. അവനേക്കാൾ സുന്ദരനായ മറ്റാരെയും നാം ഇതുവരെ കണ്ടിട്ടില്ല. അവനെ പോലെ സ്നേഹിക്കാൻ കഴിയുന്ന, സംരക്ഷിക്കാൻ കഴിയുന്ന, എന്തിന് നമ്മെ വേദനയില്ലാതെ നോക്കാൻ കഴിയുന്ന ഒരാളെ നാം കണ്ടിട്ടില്ല. ആ മനുഷ്യനെ നാം സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണങ്ങളുണ്ട്. അച്ഛൻ പറയുന്ന ആരെയും നമുക്ക് കല്യാണം കഴിക്കാൻ സാധിക്കില്ല. ചാത്തൻ തന്നെയായിരിക്കും നമ്മുടെ തുടക്കവും അവസാനവും. നീ ഇവനെ കണ്ടിട്ടല്ലേ നമ്മളോട് എതിർത്ത് സംസാരിക്കുന്നത്? എന്നാൽ നീ കണ്ടോ, ഇന്നിത് അവന്റെ അവസാനമായിരിക്കും. ചാത്തനെ ഇന്ന് തന്നെ നാം ഇല്ലാതാക്കും. ഭടന്മാരെ, അവനെ കൊന്നാലും. അച്ഛ, വേണ്ട, നമ്മുടെ ചാത്തനൊന്നും ചെയ്യരുത്. ചാത്ത പ്രതികരിച്ചാലും അവിടുന്ന് അവരെ ഒന്ന് അടിക്കൂ. നമുക്ക് കഴിയില്ല ദേവി. ഇവരെല്ലാം ദേവിയുടെ ആളുകളാണ്. നമ്മുടെ ആളുകൾ തന്നെയാണ് നമ്മെ ഉപദ്രവിക്കാൻ നോക്കുന്നത്. നിന്നെ ഉപദ്രവിച്ചാൽ നമ്മെ ഉപദ്രവിച്ചതുപോലെയാ. പ്രതികരിക്കൂ, അവരെ എല്ലാം ഇല്ലാതാക്കൂ. ചാത്ത,
സാരിക കണ്ണു തുറന്നാലും ദേവി കണ്ണടിക്കരുത് ദേവി. നാം അങ്ങയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് അവനെ കൊന്നത് നമ്മോട് ക്ഷമിക്കും ശാത്ത. ദേവി കണ്ണുകൾ തുറന്നാലും അവിടുന്ന് പറഞ്ഞു വരുന്നത് നമ്മുടെ കുഞ്ഞ് അവിടുന്ന് വയറ്റിൽ. നമ്മുടെ ജീവനെയും ജീവിതത്തെയുമാണ് നിങ്ങൾ എല്ലാവരും കൂടി ഇപ്പൊ ഇല്ലാതാക്കിയത്. നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ മരണപ്പെട്ട് കിടക്കുന്നത്. നമ്മുടെ ആ ലക്ഷ്യത്തെ ഇല്ലാതാക്കിയ ഈ ലോകത്തെ, ഈ നാടിനെ നാം ചുട്ടരിക്കാൻ പോകുകയാണ്. നാരായണ, ദേവന്മാരെ കൊണ്ട് ചാത്തനെ ശാന്തനാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതേ പ്രഭു, ഇനിയും ചാത്തനെ തടഞ്ഞില്ലെങ്കിൽ നിഷ്കളങ്കമായ പല ജീവനും പോകും. അതെ നാരായണ, എന്തെങ്കിലും ചെയ്താലും ചാത്തന്റെ ക്രോധത്തെ ഇല്ലാതാക്കാൻ നമ്മെ കൊണ്ട് കഴിയില്ല. അങ്ങ് എന്താണ് പ്രഭു ഈ പറയുന്നത്? അങ്ങേ കൊണ്ട് കഴിയില്ലെന്നോ? തന്റെ ജീവന്റെ പാതയെ നഷ്ടപ്പെട്ടവന്റെ ക്രോധമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തന്റെ ജീവിതത്തിൽ തന്നെ വിശ്വസിച്ച് തന്റെ കുറവുകളെ ഇല്ലായ്മ ചെയ്ത് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സ്വന്തമാക്കിയ തന്റെ ജീവനും അതിലവർക്കുണ്ടായ ജീവന്റെ തുടിപ്പിനെയുമാണ് ഇല്ലാതാക്കിയത്. ഇന്നോളം ചാത്തന് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഉണ്ടായപ്പോൾ അതിനില്ലാതാക്കുകയും ചെയ്തു. അവന്റെ ക്രോധം തീരുന്നതുവരെ അവൻ ഉറഞ്ഞാടും. കാരണം ചാത്തൻ മഹാദേവന്റെ മറ്റൊരു അവതാരമാണ്. സതീദേവിയെ നഷ്ടപ്പെട്ട മഹാദേവന്റെ ക്രോധം തന്നെയാണ് ചാത്തൻ ഇപ്പോൾ ഉള്ളത്. എന്ന് വെച്ചാൽ നാം ഇനി എന്ത് ചെയ്യും ദേവ? സതീദേവിയെ പാർവതിയാക്കി പുനർജനിപ്പിച്ചതുപോലെ സാരികയെയും വീണ്ടും പുനർജനിപ്പിക്കേണ്ടതായി വരും. ആ പുനർജന്മത്തിനെ കുറിച്ച് അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ചാത്തന്റെ പിതാവിനെ പോയി കാണേണ്ടതാണ്. ചെന്നാലും മഹാദേവനെ പോയി സന്ദർശിച്ചാലും. ശരി പ്രഭു. മഹാദേവ പ്രഭു, കാണുന്നില്ലേ ദേവ? അങ്ങയുടെ പുത്രൻ കാലഭൈരവനെ പോലെ അഴിഞ്ഞാടുകയാണ്. എത്രയും വേഗം അവനെ തടഞ്ഞാലും ദേവ. പുത്ര ചാത്ത, ശാന്തനായാലും പുത്ര. നാം എങ്ങനെയാണ് ശാന്തനാവേണ്ടത് പിതാവേ? നമ്മുടെ പ്രിയതമയെ നഷ്ടമായ നാം ഇനി ആരാണ്? അവളില്ലാതാക്കി ലോകം, അതിനെ നമുക്കില്ലാതാക്കണം. അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യവും. ചാത്ത നിർത്തൂ, അവളെ നാം നിനക്ക് തിരിച്ചു നൽകാം. അവിടുന്ന് എന്താണ് ഈ പറയുന്നത്? നിന്റെ പ്രണയവും ക്രോധവും സത്യമായതിനാൽ നാം നിനക്ക് വരം നൽകുകയാണ്. സാരികാദേവി പുനർജന്മം എടുക്കും. ഓരോ പുനർജന്മവും മനുഷ്യനാവണമെന്നില്ല. പക്ഷെ മനുഷ്യനായി ജനിക്കുന്ന നിമിഷം അന്നവൾ നിന്നെ മനസ്സിലാക്കിയ ചാത്ത, അവളെ നിനക്ക് സ്വന്തമാക്കാം. അതുവരെ ക്രോധമടക്കി വെച്ച് ഇവിടെ ആസനസ്ഥനായാലും ഇവിടെ നിന്നെ ആളുകൾ പ്രാർത്ഥിക്കും, പൂജ ചെയ്യും. ഈയിടത്തെ ചാത്തൻ കാവെന്ന നാമത്തിൽ അറിയപ്പെടും. നിന്റെ ഭക്തന്മാർക്ക് നീ സത്യവും നിന്നെ നിന്ദിക്കുന്നവർക്ക് നീ നരകവുമായിരിക്കും. തഥാസ്തു. പിന്നീട് നീ 1000 ജന്മങ്ങൾ എടുത്തു സാരിക. പുഴുവായി, പൂവായി, കായായി, സിംഹമായി, ഇപ്പോൾ മനുഷ്യനായി. പക്ഷെ നീ എന്നെ ഓർത്തില്ല, മനസ്സിലാക്കിയില്ല. മാത്രമല്ല സ്ത്രീയുമായില്ല. അവസാനമായി നീ ഒരിക്കൽ കൂടി ജനിക്കണം ദേവി. ഒറ്റയ്ക്കിരുന്ന് മടുത്തു. നീയില്ലാത്ത നാളുകൾ എനിക്ക് നരകതുല്യമാണ്. നാം പോവുകയാണ് ദേവി. വിട തന്നാലും. ചാത്ത, പുരുഷനായി എനിക്ക് നീയുമായി ഒന്നു ചേരാൻ കഴിയില്ലേ? ഇല്ല, അത് കാലചക്രത്തിന് വിപരീതമാണ്. കാരണം എൻ്റെ ജന്മത്തിൽ സാരിക കുഞ്ഞിന് ജന്മം നൽകിയവളാണ്. ആ ജന്മത്തിന് തന്നെയാണ് ചാത്തനെ സ്വന്തമാക്കാൻ സാധിക്കൂ. വിട തന്നാലും. വാ പോവാം. സത്യം പറഞ്ഞ ഇതായിരുന്നല്ലോ ചാത്തന്റെ യഥാർത്ഥ കഥ. അതേ മുത്തശ്ശി.
നമ്മ ഭയന്നതെല്ലാം വെറുതെയായി. സത്യം പറഞ്ഞാൽ എനിക്ക് ചാത്തനോട് പാവം തോന്നുക. അതേ എനിക്കും. ജനിച്ചന്ന് മുതൽ അവനെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളല്ലേ എല്ലാവരും പറഞ്ഞത്. ഇതാലോചിക്കും എനിക്കും തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളീ പേഴിച്ചു കൂട്ടിയ പല ഭൂതങ്ങളില്ലേ, ഈ കോക്കാച്ചി, പ്രേതം, ഭൂതം, അങ്ങനെ പലതും, അവർക്കൊക്കെ പിന്നിൽ ഒരു കഥയുണ്ടെങ്കിലോ, നമ്മൾ കേട്ട കഥകളും നടന്ന കഥകളും വ്യത്യസ്തമാണെങ്കിലോ ആയിരിക്കാം. സത്യം എന്താണെന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ. ദൈവങ്ങൾ നേരിട്ട് വന്ന് അവരവരുടെ കഥകൾ സ്വന്തമായിട്ട് പറഞ്ഞു തന്നാൽ അത്രയും ഉപകാരമാവും. സത്യം അതേന്ന്. ഇല്ലെങ്കിൽ ദൈവങ്ങളുടെ പേരും പറഞ്ഞുണ്ടാക്കിയ തട്ടിപ്പുകൾക്കൊക്കെ ഇരയാവേണ്ടി വരും നമ്മൾ. അതെ അതെ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ, അടുത്ത ഉത്സവത്തിന് കാണാം. ആ പിള്ളേരെ പോയിട്ട് വാ. അടുത്ത പ്രാവശ്യം വരുമ്പോ ഒരു പേടില്ലാത്ത ഉത്സവം കൂടാ നമുക്ക്. അതെ, അടിച്ചു പൊളിച്ചിട്ടൊക്കെ പോവാം. എന്നാ പിന്നെ ഞാൻ പോട്ടെ. പോയിട്ട് വാ. ഐ ആം ഗോണ മിസ് യു. മിസ് ചെയ്യുമ്പോൾ ഫോണെടുത്ത് എൻ്റെ നമ്പറിലേക്ക് ഒന്ന് വീഡിയോ കോൾ ചെയ്താൽ മതി. ശരി. പിന്നെ സൂര്യനൊന്ന് ശ്രദ്ധിച്ചോളൂ. ആ പ്രശ്നത്തിന് ശേഷം അവൻ മര്യാദക്കൊന്നും സംസാരിക്കുന്നത് കണ്ടിട്ടില്ല. അത് പെട്ടെന്ന് സ്നേഹിച്ച ആള് ചാത്തനാണെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നമാണ്. അവൻ ഓക്കെ ആക്കി എടുത്തോളാം ഞങ്ങള്. എന്നാ പോവാൻ നോക്ക്. ബൈ ബൈ. സൂര്യ, നീ ഇതെങ്ങോട്ടാ? ഡ്രോയിങ് റൂമിലോട്ട്. ഓ, എന്നാ ചെല്ല്. எனக்கு எல்லாமே நினைவிருக்கிறது. ஆனால் நினைவுகள் கொண்டு நம்ம சேர்க்க முடியாது. என்னால் உன் நினைவுகள் இருக்கும் சாரிகை நான் இல்லை. இனி ஒரு பிறவி இருந்தால் நான் சாரிகையாகவே பிரிந்து வருவேன். ചാത്ത, ദേവി, അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത് ചാത്തൻ എന്ന് പറയുന്നത് ഒരു പാവമാണെന്ന്. അതെ. അപ്പോ ഈ കോക്കാച്ചിയോ? അതല്ലെങ്കിൽ ഈ ചാത്തനെ പിടിച്ച പോലെ കോക്കാച്ചിയുടെ മാളത്തിൽ ചെന്ന് പിടിക്കണം. പിന്നെ കോക്കാച്ചിയുടെ മാളത്തിൽ പോയി പിടിക്കാനായിട്ടേ ഞാൻ കോക്കാച്ചിയുടെ കഴിഞ്ഞ കാലത്ത് വധുവായിരുന്നില്ല. അതൊന്നും പറയാൻ പറ്റില്ല. ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഓരോ മനുഷ്യനും ഏതെങ്കിലും കോക്കാച്ചിയുടെ മാക്കാച്ചിയുടെ കഴിഞ്ഞ കാലത്ത് ഭാര്യയാണെങ്കിലോ? അത് ശരിയാണല്ലോ. തിങ് ലൈക്ക് ദാറ്റ് ബ്രോ. നമ്മളിപ്പോ നമ്മുടെ ഒരേ മുഖ ചായയുള്ള കുറച്ചു പേരെ കാണുന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ തന്നെയാണെങ്കിലോ അത് നമ്മുടെ വേറെ വല്ല ഭാഗമാണെങ്കിലോ അത്. ദേ, എനിക്കല്ലാണ്ട് എന്നെ കിളി പോയിരിക്കാം. അതിന്റെ ഇടയിൽ കൂടെ അവന്റെ ഗൈസ്, അവർ ഡെസ്റ്റിനി ഈസ് ഹിയർ. ദാ അങ്ങോട്ട് നോക്കൂ.